നമസ്കാരം. നമ്മളിന്ന് മൗലാന വാഹിദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദുആ എന്ന പ്രഭാഷണം. ശരിയാണ്. അപ്പോ ഇസ്ലാമിലെ ദുആ, അതായത് പ്രാർത്ഥന, അതിന്റെ യഥാർത്ഥ പൊരുൾ എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. വെറും വാക്കുകൾക്കപ്പുറം എന്താണ് ഇതിന്റെ ഒരു കാതൽ? ശരിയാണ്. മൗലാനയുടെ കാഴ്ചപ്പാടിൽ ഈ ദുആ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ കുറച്ച് വാക്കുകളിങ്ങനെ പറയുന്നതല്ല, മറിച്ച് നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ, ഹെൽപ്ലെസ്നെസ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കലാണ്. ഓഹോ, അതൊരു ഹൃദയത്തിന്റെ അവസ്ഥയാണെന്നാണോ? അതെ അതെ, കൃത്യമായി പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഒരു അവസ്ഥ. മതത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കലാണ്. അതിൽ ദുആക്ക് വലിയൊരു പങ്കുണ്ട്. ഈ നിസ്സഹായത എന്ന ആശയം, അത് നമ്മൾ സാധാരണ പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണല്ലോ. തീർച്ചയായും. ഇതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? മൗലാന ഉദാഹരണങ്ങൾ വല്ലതും പറയുന്നുണ്ടോ? ഉണ്ട്. മൂസാ നബിയുടെ, അതായത് മോശയുടെ ജീവിതത്തിലെ ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണത്? ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മധ്യൻ മരുഭൂമിയിലെത്തിയ സന്ദർഭം. ഒറ്റപ്പെട്ട്, വിശന്ന്, തളർന്ന്, ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. ആ ഒരു നിസ്സഹായതയുടെ പാരമ്യത്തിൽ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. എന്തായിരുന്നു ആ പ്രാർത്ഥന? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അതിന്റെ അർത്ഥം? എന്റെ നാഥ, നീ എനിക്കിനി ഇറക്കിത്തരാൻ പോകുന്ന ഏതൊരു നന്മയ്ക്കും ഞാൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണ്, ദരിദ്രനാണ് എന്നൊക്കെ പറയാം. ആ ഒരു സാഹചര്യത്തിന്റെ തീവ്രത, ആത്മാർത്ഥത, അത് നമുക്ക് ഊഹിക്കാം അല്ലേ? അതെ, എല്ലാ പ്രതീക്ഷയും പോയൊരവസ്ഥ. ആ നിസ്സഹായതയുടെ ആഴത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന വരുന്നത്. അതിന്റെ ഫലം അതും വളരെ പെട്ടെന്നായിരുന്നു. ഓഹോ. ഖുർആൻ പറയുന്നതനുസരിച്ച് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ഒരു വഴി തുറന്നു കിട്ടി, സഹായമെത്തി. അപ്പോ ഇത് കാണിക്കുന്നത് വെറും ആചാരപരമായ വാക്കുകളല്ല പ്രധാനം. അല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടി ആ നിസ്സഹായ അവസ്ഥയിൽ നിന്നുയരുന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ് പ്രധാനം. അപ്പോ നമ്മളീ പതിവായി ചൊല്ലുന്ന പ്രാർത്ഥനകൾ, മനപാഠമാക്കിയ ദുആകൾ, അതിനൊന്നും ഈ പറയുന്നത്ര ആഴമില്ലെന്നാണോ? മൗലാന പറയുന്നത്, നമ്മുടെ ഹൃദയം അതിൽ പങ്കുചേരുന്നില്ലെങ്കിൽ, ആ ഒരു നിസ്സഹായതയുടെ ബോധ്യം നമുക്കില്ലെങ്കിൽ, യാന്ത്രികമായിട്ടിങ്ങനെ ഉരുവിടുന്നത് യഥാർത്ഥ ദുആയുടെ ആ ഒരു ലെവലിലെത്തില്ലെന്നാണ്. ശരി. യഥാർത്ഥ ദുആ പലപ്പോഴും ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കടുത്ത ആവശ്യം വരുമ്പോഴാണ് ഉള്ളിൽ നിന്ന് തനിയെ രൂപപ്പെടുന്നത്. ഒരു ഹദീസ് പരാമർശമുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ഉണ്ട്. ഒരാൾക്ക് ദുആയുടെ വാതിൽ തുറന്നു കിട്ടിയാൽ അവന് കാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന്. ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള പ്രത്യേക മാനസികാവസ്ഥകളെയും സാഹചര്യങ്ങളെയുമാണ്. അതായത് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന ആ നിമിഷങ്ങൾ. ഈ യഥാർത്ഥ ദുആയ്ക്ക് ഏകാഗ്രത ഒരു വിലയായി നൽകണമെന്നും മൗലാന പറയുന്നുണ്ട്. അതെ. പക്ഷെ നമ്മുടെയൊക്കെ ഈ ജീവിതത്തില്, ഈ തിരക്കിനിടയില് ആ ഏകാഗ്രത കിട്ടുകയെന്നത് തന്നെ വലിയ പാടല്ലേ? അതൊരു പ്രധാന കാര്യമാണ്. നമ്മുടെ മനസ്സിങ്ങനെ പലയിടത്തായി പാറി നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ദുആക്ക് പ്രേരിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയെ, ആ നിമിഷത്തെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിനെ ശരിക്കും ഉപയോഗിക്കാനോ പറ്റില്ല. ശ്രദ്ധ മാറുമ്പോഴാണ് പ്രശ്നം. അദ്ദേഹം സ്പെയിനിലെ ഭരണാധികാരിയായിരുന്ന അബ്ദുറഹ്മാൻ മൂന്നാമന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്തായിരുന്നു അത്? രാജ്യത്ത് ഭയങ്കര വരൾച്ച. അപ്പൊ അദ്ദേഹം ചെയ്തതെന്താന്ന് വെച്ചാൽ തന്റെ രാജകീയ പദവിയും വേഷങ്ങളുമെല്ലാം മാറ്റിവെച്ചു. എന്നിട്ട് ഒരു സാധാരണക്കാരനെ പോലെ വളരെ വിനയത്തോടെ നിസ്സഹായനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓഹോ, ആ പ്രവൃത്തിയിലൂടെ ഒരു അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചു അല്ലേ? ദൈവവുമായിട്ടുള്ള ആ അകലമില്ലാതാക്കാൻ. അതെ, മൗലാന പറയുന്നത് ആ അകലമെന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ഒരു അഹംഭാവമാണ്, ഈഗോ. ശരി. അപ്പോ ആ ഭരണാധികാരി തന്റെ പദവിയുടെ ആ ഒരു ഗർവം മാറ്റിവെച്ച് ഒരു അടിമയെപ്പോലെ ദൈവത്തിന്റെ മുന്നിൽ നിന്നപ്പോൾ ആ അകലമില്ലാതായി, പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു, മഴ പെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ വിനയവും സമർപ്പണവുമാണ് പ്രധാനം. വളരെ പ്രധാനം. മൗലാനയുടെ സ്വയം ജീവിതാനുഭവവും അതെ, അതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണല്ലോ. അതെ. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. പിന്നെ കാഴ്ചപ്പാടുകൾ മാറി. അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ മുതലെടുപ്പുകൾ നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു, ഒറ്റപ്പെട്ടുപോയി. പക്ഷെ പിന്നീട് കുറച്ചുകൂടി വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ചില ആളുകളുമായിട്ട് ഇടപഴകിയപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വിശാലമായി, മാനുഷികമായി, സാർവത്രികമായി. അപ്പോ അദ്ദേഹത്തിന്റെ ആ അടിസ്ഥാനപരമായ ഒരു സമർപ്പണം അല്ലെങ്കിൽ ആ പ്രാർത്ഥന, അതിനുള്ള ഉത്തരം കിട്ടിയത് അദ്ദേഹം വിചാരിച്ച രീതിയിലല്ല.
പക്ഷേ അതിനേക്കാൾ മെച്ചപ്പെട്ട കൂടുതൽ നല്ല രീതിയിൽ ദൈവം അത് സാധിച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം കാണുന്നത്. അതായത് ദുആയുടെ സ്വീകാര്യത നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലാകണമെന്നില്ല. ഇല്ല, പക്ഷെ ആത്യന്തികമായി നമുക്ക് ഏറ്റവും ഗുണകരമായ ഒന്നായിരിക്കും അത്. ശരിയാണ്. ഈ അനുഭവം നമ്മളെ വേറൊരു ചിന്തയിലേക്ക് കൂടി കൊണ്ടുപോകുന്നുണ്ട്. എന്താണത്? നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തികളും തമ്മിലുള്ളൊരു ചേർച്ച. അത് പ്രധാനമാണല്ലോ. അതെ. ഇപ്പം മദ്യപാനം നിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം ക്ലബ്ബിൽ പോയാൽ അതൊരു വൈരുദ്ധ്യാണ്. തീർച്ചയായും. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ അഹംഭാവം പോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ചില ഉറച്ച മുൻവിധികൾ, അതിനെയൊക്കെ മാറ്റാൻ നമ്മൾ തയ്യാറാവണം. ഡീകണ്ടീഷനിങ് എന്ന് പറയാം. അതും ഈ ആത്മാർത്ഥമായ സമർപ്പണത്തിന് ആ നിസ്സഹായ അവസ്ഥയിലെത്താൻ ആവശ്യമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹിജ്റ സമയത്തെ ആ സംഭവം, ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോൾ, അതും ഈ നിസ്സഹായതയിലെ പൂർണ്ണ ആശ്രയത്തിന് ഉദാഹരണമാണല്ലോ. തീർച്ചയായും. ശത്രുക്കൾ തൊട്ടടുത്തെത്തിയിട്ടും കൂടെയുള്ള അബൂബക്കറിനോട് പറഞ്ഞ ആ വാക്ക്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കരുത്, നിശ്ചയം അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അതെ. അങ്ങേയറ്റത്തെ അപകടത്തിലും ദൈവത്തിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, ആ സമർപ്പണം. ചുരുക്കി പറഞ്ഞാൽ മൗലാനയുടെ കാഴ്ചപ്പാടിൽ ഈ യഥാർത്ഥ ദുആ എന്നു പറയുന്നത് ദൈവവുമായുള്ള ആഴത്തിലുള്ളൊരു ബന്ധമാണ്. നിസ്സഹായതയിൽ നിന്ന് വരുന്നത്. അതെ. അതിന് ഏകാഗ്രതയും വിനയവും വേണം. ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ അത് ഹൃദയത്തിൽ നിന്ന് തനിയെ വരും. അതിന്റെ ഫലങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതാവാം, പക്ഷെ അവസാനം നമുക്ക് നല്ലതേ വരൂ. അതെ. അപ്പോ ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം തരാം. പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടുത്ത നിസ്സഹായത അനുഭവിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? ഓർത്തുനോക്കൂ. ഒരുപക്ഷെ ആ നിമിഷങ്ങൾ അതിനന്ന് ദുആയെന്ന് വിളിച്ചില്ലെങ്കിൽ പോലും ഒരു പുതിയ തിരിച്ചറിവിനോ അല്ലെങ്കിൽ ആഴത്തിലുള്ളൊരു ബന്ധത്തിനോ വഴി തുറന്നിട്ടുണ്ടാവാം. ശരിയാണ്. വെല്ലുവിളികൾക്കിടയിൽ നമ്മൾ എത്രത്തോളം ഏകാഗ്രതയോടെ നിൽക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധ പതറിപ്പോകുന്നു എന്നത് ആ നിമിഷങ്ങളിൽ അർത്ഥം കണ്ടെത്താനുള്ള നമ്മുടെ കഴിവിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.